ഇവരൊട്ടി നോക്ക് എടി നാളെ മുടിവാല വീട്ടിക്ക് പോടി ഞാന് എനിക്ക് എന്തെങ്കിലും കുപ്പായം വേണം എന്റെ ഡ്രസ്സുകൾ എന്നാ പിന്നെ ഡ്രസ്സ് ചോദിച്ചാൽ പണ്ടേ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. ഞാൻ ഒന്നും കെട്ടിപ്പൊട്ടി വെച്ചിട്ടില്ല, എല്ലാം മുകളിലുണ്ട് പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ വിശാല മനസ്സുള്ള ആളാണ് നമ്മൾ. ആയിക്കോട്ടെ ശരി എന്നാ. അങ്ങനെ നമ്മള് നബിറൂട്ടിന്റെ ചുതാറൊക്കെ ഇട്ട് പോവാൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ അമ്മായിന്റെ മോന്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. ഞാൻ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഡ്രസ്സ് ഏകദേശം ഇട്ട് എനിക്ക് കുട്ടി എടുത്തിട്ടാണ്. വയർത്തിട്ടാണെങ്കിൽ ഒരു പൗഡർ പോലും ഇട്ടാ നിൽക്കുന്നില്ല, അത് വേറെ കാര്യം. അപ്പം നോക്കട്ടെ. നമ്മൾ ജാസിക്കുട്ടിയും ഉണ്ട് കേട്ടോ. നമ്മൾ ജാസിക്കുട്ടിയും ഞാനും അതെ മഞ്ഞക്കിലേറ്റാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പൊ കാർ എടുക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ വേറെ ആൾക്കാരെ കാണിച്ചു തരാവേ. നിങ്ങൾ എന്താണ് ഗൈസ് ചെയ്തത്? ചെറിയൊരു ഡാൻസ് പ്രോഗ്രാമിലാണ് കേട്ടോ. മേമിയും കുട്ടിയും. ഇത് എന്റെ ഫോണുമല്ല കളി. ഓക്കെ ശരി എന്നാ ഞങ്ങൾ പോയിട്ട് വരാട്ടാ. നമ്മള് വാപ്പയോട് കാർ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ കാർ അവിടെ നിന്ന് പിന്നാക്കി ഇങ്ങനെ ബാക്കിലേക്ക് വരില്ലേ, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഞാൻ പാപ്പ എപ്പോൾ കാർ എടുക്കുമ്പോഴും ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. അപ്പോൾ വാപ്പ കാർ എടുത്തോണ്ട് വരട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വാപ്പ എന്നെ വളാഞ്ചേരിക്ക് കാർ കൊണ്ട് വിളിക്കാൻ വരുന്നില്ല, എന്നെ കാറിൽ കൊണ്ടാക്കി തരുന്നില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് കാറിനെക്കാട്ടിയും ഇഷ്ടം ഓട്ടോയാണ്. ഞാൻ ഈ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ്. എൻ്റെ ഉമ്മ എനിക്ക് കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് എപ്പോഴും ഞാൻ കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ, കാരണം എനിക്ക് കാറിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദനിക്കും. അപ്പോൾ കാറിൻ്റെ ഫ്രണ്ട് സീറ്റാണ് നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടുകാരൊക്കെ ആയിട്ട് പോകുമ്പോൾ തരാം. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാണ് കേട്ടോ വാപ്പ വിളിക്കാൻ വരാത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായിൻ്റെ മോൻ്റെ വീട്. ഇത് അമ്മായിൻ്റെ മോൻ്റെ ഭാര്യയും കുട്ടികളൊക്കെയാണ്. അപ്പോൾ നമ്മളവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ചു, പായസമൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ട്രിപ്പ്. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ഇരുട്ടിയ സമയത്താണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ച് വന്നത്. ഏകദേശം നമ്മളിവിടെ എത്തി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മളെ വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആകെ ടയർഡായിട്ടോ. കുറേ ദിവസമായി എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്ത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ പുതിയതായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് ഗ്രോയിങ്ങിന്റെ ഫോം ഫേസ് വാഷും ഗ്രോയിങ്ങിന്റെ ഫേസ് സെറും. അപ്പൊ നമുക്ക് അതേ ഗ്രോയിങ്ങിന്റെ ഫേസ് വാഷ് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ ഈ ഫേസ് വാഷ് വരുന്നത് ഇത് കണ്ടോ, ഇതൊരു ഹെയർ ഷേപ്പിന്റെ ഒരു സംഭവമായിട്ട് സിലിക്കോൺ ബ്രഷൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതൊന്ന് കണ്ടോ, ഈ ഒരു ഫോം വരുന്നത് ഇത് ശരിക്കും മഞ്ഞളാണ് കേട്ടോ. ഇതിൽ മഞ്ഞളിന്റെയും അലവറിന്റെയും ഗുണങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള എല്ലാ അഴുക്കും നന്നായിട്ട് പോകും കേട്ടോ. ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഒറിജിനൽ മഞ്ഞളും അലോവേരയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചെറിയ റിങ്കിൾസും സംഭവമൊക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ തരാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ സിലിക്കോൺ ബ്രഷ് അല്ലേ നമ്മുടെ മുഖത്തിലെ ഈ ചെറിയ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ആവും കേട്ടോ. അപ്പൊ നമ്മുടെ ഫേസിൽ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്കിത് വാഷിങ്ങിന് എടുത്തു വെക്കാം. ഇതുകൊണ്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിലൊക്കെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഇതിൽ അലോവേര അടങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട് സ്കിന്ന് നല്ല മോയ്സ്ചറൈസർ ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രോയിങ്ങിന്റെ തന്നെ ഫേസ് സെറാണ് കേട്ടോ. ഇതിലും അടങ്ങിയിരിക്കുന്നത് മഞ്ഞളും അലോവേരയും തന്നെയാണ്. ഇതിൽ ഒറിജിനൽ മഞ്ഞളിന്റെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതിതാ ഇതുപോലെ 2-3 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മളെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി ഇത് നമ്മൾ ഇതിങ്ങനെ ഫേസിൽ നമ്മളൊന്നിങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് നമ്മൾക്ക് സ്കിന്നിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെന്നിട്ട് ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രായം കൊണ്ട് ഉണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ ഉണ്ടാവില്ലേ, ഇനി നമുക്ക് പ്രായമായിട്ട് കുറച്ചൊക്കെ ചുളിവ് വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ മാറാനും നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകള്, നമ്മള് വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടാവുന്ന കരുവാളിപ്പ്, ഇതൊക്കെ മാറാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ സിറം എന്ന് പറയുന്നത് ഇതൊരു കട്ടിയുള്ള സംഭവം ഒന്നുമല്ല, ഒരു ഓയിലി അങ്ങനെയൊന്നുമല്ല, ഇതൊരു വെള്ളം പോലത്തെ സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അതൊക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, നമുക്കിത് രാത്രി ഇങ്ങനെ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൺ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ
സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഗ്രോയിങ്ങിന്റെ ഫോം ഫേസ് വാഷും ഫേസ് സെറും. അപ്പോൾ ഇത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പിന്നെ ഇവർ തന്നെ സൈറ്റിലും ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ വാങ്ങിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുക. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതാ ഈ മോഡൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ സൈറ്റുകൾ വരും. അപ്പോൾ നമുക്ക് അവരുടെ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോം ഫേസ് വാഷും ഫേസ് സെറും ഇതായിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമ്മർ സെയിൽ ആയ കാരണം കൊണ്ട് 499 രൂപക്കാണ് അവരിത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ബൈ നൗ ഞെക്കിയിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാവിലെ ആയിട്ട് നമുക്ക് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡ്യൂട്ടി ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിൽ ആദ്യം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് പത്തിരി ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാപ്പ നല്ല കൊടുന്ന പത്തിരിപ്പൊടിയൊക്കെ ഞാൻ കുപ്പിക്കാക്കിയപ്പോൾ കുറച്ച് പോയി. അപ്പോൾ ഉമ്മ വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തു തന്നു. പിന്നെ ഉമ്മയാണ് കേട്ടോ പത്തിരിൻ്റെ പൊടിയൊക്കെ വാട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ പത്തിരി ഉണ്ടാക്കിയില്ല. അത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജാസ്മിൻകുട്ടി യാമിക്കുട്ടിയുമായിട്ട് ഊഞ്ഞാലാടിയും കൊണ്ടിരിക്കുകയാണ്. എന്നും ജാസ്മിൻകുട്ടിയാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാറ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് തന്നെ ജാസ്മിൻകുട്ടി രാവിലെ ഭയങ്കര ഫ്രീ ആണ്. നല്ല ഫ്രീ ആയിട്ട് കണ്ടോ ഓള് ഊഞ്ഞാലിരുന്ന് നടന്നുണ്ടോ. ഇന്ന് വിത്ത് യാമിക്കുട്ടി, ജാസ്മിൻകുട്ടി വിത്ത് യാമിക്കുട്ടി. അപ്പോൾ ഞാനാണിന്ന് കിച്ചൺ ഡ്യൂട്ടി. അപ്പോൾ ചായ കുടിക്കാൻ നേരത്ത് എല്ലാവരും വരണേ, മറക്കാതെ വരണേ അല്ലേ. അല്ലേ വരില്ലേ? അതൊക്കെ സർപ്രൈസ് ആണ്, പറഞ്ഞില്ല. നിങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് കണ്ണ് പുറത്തേക്ക് തള്ളും. ഓക്കെ ചുണ്ടരിക്കുട്ടി നമുക്ക് നോക്കാം ഉപ്മാവാണ് എന്താണ് ഉണ്ടാവുകയെന്ന്. ശരി. ഇതിപ്പോൾ ഉമ്മച്ചിയാണ് ചായൻ്റെ കടി ഉണ്ടാക്കി പറയട്ടോ എല്ലാവരും. ഞാനോ ഇന്നുമോളാണ് പൊട്ടറ്റ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നുമോള് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ പൊട്ടറ്റ കറി നന്നായിട്ട് ഉണ്ടാക്കണുണ്ടോ? നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നാണക്കേടാണ്. ജയിലെ കുക്കാന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഇതെന്താ അപ്പോൾ ചെയ്യുന്നത്? വെളുത്തുള്ളി നിന്നൊക്കെ നമുക്ക് ആളയിലേക്ക് ചായ ഇട്ടിട്ട് വരാം. ആളയിലേക്ക് ചായ ഇട്ടിട്ടില്ല. ഒരു ചായ കുടിച്ചാലോ? അല്ല മധുരം എന്താ പാടുന്നാവോ? ഞാനിപ്പോ പലതരം ചായ ഇട്ട്. അല്ലെങ്കിൽ രാവിലെ ബൂബുന് ഗ്രൂമിങ് ചെയ്യുന്നില്ല അല്ലയാ? കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞാനാണിന്ന് എന്താണ് പൊട്ടാറ്റോ കറി ഉണ്ടാക്കാൻ പോണത്. പത്തിരി ആൻഡ് പൊട്ടാറ്റോ. പത്തിരിക്കുള്ള കറി. പത്തിരി ജാസ്മിൻകുട്ടിക്ക് റെസ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജാസ്മിൻകുട്ടിക്ക് വെറുതെ ചെയ്തിട്ട് കാരണം ജാസ്മിൻ പത്തിരി ചുള്ളത്. അപ്പോൾ നമ്മൾ പത്തിരി പണി പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഞാനെല്ലാം പത്തിരിയും ചായ കുടിക്കട്ടോ. ജാസ്മിൻകുട്ടി പത്തിരി ചായ അതെ പത്തിരി ഞാൻ കൊടുക്കണം. പത്തിരി തീരും കിട്ടോ. അങ്ങനെ നമ്മൾ ഇന്നുമോളുടെ പൊട്ടാറ്റോ കറി അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ്. തേങ്ങ ചേർക്കാനുള്ളൂ. തേങ്ങ ചേർക്കാൻ വന്നില്ലേ? വന്നിട്ടുണ്ടാവും. ഇനി ഒഴിച്ചോ? അടക്കട്ടെ. വലിയ വലിയ കഷ്ണ പൊട്ടാറ്റോ. വലിയ വലിയ കഷ്ണ പൊട്ടാറ്റോ. നീ എന്താ പൊട്ടാറ്റോ കറി ആദ്യമായിട്ട് ഉണ്ടാക്കാൻ എനിക്കറിയില്ലേ? നമുക്ക് പേടി. എന്തിന്? അതാകണ്ട, നീ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. നീ തേങ്ങ അരച്ച് വെച്ചോ? തേങ്ങ ചേർത്ത് അറിഞ്ഞില്ലേ? വെച്ചോ. യെസ്. അങ്ങനെ എൻ്റെ കൂടെ പൊട്ടാറ്റോ കറി റെഡി ആയി ഗൈസ്. അപ്പം ഞാൻ ചായയും കടിയും കഴിക്കാൻ വേണ്ടി എല്ലാവരും പിടിക്കാൻ സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചൺ ക്ലീനിങ് ചെയ്ത് എല്ലാവരും ചാവടിക്കാൻ വിളിക്കുന്നുണ്ടോ? ഇവിടെ അസുവിന് സായിക്കുട്ടിക്കൊക്കെ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെക്കേഷൻ തുടങ്ങിയ സമയം മുതൽ ഫോണ് കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഫോണൊന്നും ഇല്ലാതെ എല്ലാവരും പരസ്യം നോക്കി വർത്താനം നമ്മൾ ചിരിച്ചിരിക്കാൻ പറഞ്ഞിരിക്കുക. പക്ഷേ സായിയുടെ ഭാഗത്ത് കരയണ പോലെ ഇരിക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഫോണ് കൊടുക്കാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഫോൺ വരുന്നത്. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യട്ടെ.
കിച്ചൺ ഫുള്ള് ഞാനാണ് ഏറ്റെടുത്തത്. അങ്ങനെ നമ്മളാളെയും കുളിച്ച് സുന്ദരനായിട്ട് വന്നിരിക്കുകയാണ്. ചുള്ളനായി വന്നിരിക്കുകയാണ്. അപ്പൊ ചാവടിക്ക റെഡി ആയിട്ടോളിയാ അവരളിയാ. അപ്പൊ ചാവടിക്കല്ലോ. അപ്പ എന്നാ വരൂ. പോ ചാവടിക്കല്ലേ. ചാവടിക്കാൻ പോവോ? ഇല്ല. അളിയ വീണ്ടും ഇവിടെ വന്നിരുന്നോ? അല്ലെ ചായ റെഡിയായി. ആള് നിർബന്ധിക്കണോ? എന്നാ നിർബന്ധിച്ചിരിക്കുന്നു. അളിയ വീണ്ടും ചായ റെഡിയായിട്ടുണ്ട്. എന്നാ വരൂ. ഗ്യാസ് വീട്ടിൽ പോരട്ടാ. ഇല്ല അസു മൂഡ് ഓഫ്. അല്ല അസു മൂഡ് ഓഫ്. സായ്മോൻ കരയല്ലോ. സത്യായിട്ടോ ഞാനാണെങ്കിൽ 13 വയസ്സായിട്ട് കെട്ടിക്കൊള്ളു. പിന്നെ മോനെ കറിയൊക്കെ ഉണ്ടാക്കിട്ട് കാണിച്ചില്ല. അല്ല ഉപ്പിനെന്തോ ഒരു കുറവില്ല, ടേസ്റ്റിനെന്തോ ഇല്ല. അങ്ങനെ നമ്മൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ യാമിക്കുട്ടിനെ കുളിപ്പിക്കാൻ പോവുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലത്തെ എല്ലാ പേരക്കുട്ടിനെയും, അതായത് നമ്മളെ സിനിമോള് മുതല് യാമിക്കുട്ടിനെ കുളിപ്പിച്ചിട്ടുള്ളത്. സിനിമോള് മുതല് ഇസുട്ടിനെ ഐഷുക്കുട്ടിനെ വരെ. ഐഷുക്കുട്ടി പേരക്കുട്ടിയുടെ കുട്ടിയാണല്ലോ, അപ്പൊ അവള് വരെ കുളിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ യാമിക്കുട്ടിനെ മാത്രമേ കുളിപ്പിക്കാൻ ബാക്കിയുള്ളൂ. ഈ വീട്ടില് ആരും എല്ലാ പേരക്കുട്ടികളും കുളിപ്പിച്ച ആളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഓർക്കൊന്നും കുട്ടികളെ ഇഷ്ടമല്ല, അവൾ പോലും കുളിപ്പിക്കാറില്ല. പക്ഷെ ഞാൻ അതല്ല സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എനിക്ക് കുട്ടികളെ ഈ കുളിപ്പിക്കുക, ഡ്രസ്സ് മാറ്റി കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം മുതൽ തന്നെ. അപ്പം എനിക്കെന്തോ ഞാനെല്ലാ കുട്ടികളെ അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അയൽവക്കത്തെ കുട്ടികളെ കൂടി ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾക്ക് യാമിക്കുട്ടി മാത്രം ഇനി വെറുതെ പറ്റില്ല. യാമിക്കുട്ടിയാണ് ലാസ്റ്റ് ആയിട്ട് കുളിപ്പിക്കുന്നത്. അതന്നെ പഠിച്ചോനെ, അതിനൊക്കെ ആയുസ് ആരൊക്കെ പഠിച്ചോക്ക് പിന്നെ ഒന്നും ഉണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അല്ല സ്യൂട്ടി ഇവിടെ ഞാനിപ്പോ ഇങ്ങനെ കുളിപ്പിക്കുക. ജാസ്യൂട്ടിയാണ് രാവിലെ എടുത്തിട്ട് കണ്ണും മോറും പല്ലൊക്കെ തയ്ച്ചു കുപ്പ. ജാസ്യൂട്ടിക്ക് കുട്ടിനെ കണ്ട അപ്പൊ കുപ്പായി മാറ്റി കൊടുക്കണം. സോക്സ് വരെ ഇടിച്ചിട്ടുണ്ട്, സോക്സ് ഞാൻ കൊടുക്കണം. അപ്പൊ എങ്ങനെ ഇവിടെ കുളിപ്പിക്കാനൊന്നും എനിക്ക് അറിയണില്ല, കാരണം നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും നിൽക്കുന്നത്. എന്നാലും നമുക്ക് കുളിപ്പിച്ചേക്കാം. രാവിലെ ബുക്ക് ചെയ്തിക്കണേ. ഇന്ന് എരഞ്ഞോളി കൊട്ടാരക്കാരാണ്, വളഞ്ചേരിക്കാരാണ് ഇന്ന് കുട്ടിനെ കുളിപ്പിക്കുന്നത്. എരഞ്ഞോളി കൊട്ടാരക്കാര് അല്ലല്ലോ. മൂക്കാക്കട്ടെ, മറ്റേ മൂക്കൊന്നല്ല, ഇങ്ങനെ മൂക്കുണ്ടാക്കുന്നത് പറഞ്ഞത്. എന്നാ പോലെ ഇങ്ങോട്ട് തത്തണ മൂക്കൊക്കെ ഇടാട്ടെ. അതൊക്കെ വളർന്നു കൊടുക്കാനോ. അങ്ങനെ നമ്മൾ യാമിക്കുട്ടിനൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ എന്നെയും കുളിപ്പിച്ച് പുതിയ ഡ്രസ്സ് കിട്ടോ. ഇതും ഒരു മീഷോന്ന് വാങ്ങിയ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ പറ്റുന്ന ചിത്രം കൊടുക്കുക. ഒരു 350 ആ റേഞ്ചിൽ ഡ്രസ്സുണ്ട്. നല്ല കോട്ടണാണ്, നമുക്ക് വേനൽക്കാലത്ത് ഇടാൻ പറ്റിയ നല്ല ക്ലോത്താണ് കേട്ടോ. നല്ല കോട്ടൺ. ഒരുപാട് നമ്മൾ ആ മീഷോൻ്റെ ചിത്രത്തിൽ കാണുമ്പോൾ
തൊണ്ട കടഞ്ഞു കൂടെ സംസാരിച്ചിട്ട് കുറേ ഫ്ലീറ്റ് ഉണ്ട്. അതിന് അത്ര ഫ്ലീറ്റ് ഒന്നുമില്ല, ഫ്ലീറ്റ് കുറവ്, പക്ഷെ നല്ല ക്ലോത്താണ്, നല്ല കോട്ടൺ ആയ കാരണം കൊണ്ട് ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. കോട്ടൺ ഇത് ടോപ്പും അതെ അല്ല, ഇതിന്റെ കോട്ടും അതെ കോട്ടൺ ആണ്. അപ്പൊ നല്ല ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ജോലി സായ്ക്കുട്ടിയൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കട്ടെ. സായ്ക്കുട്ടി ഇന്ന മോൾ ഒക്കെ കുളിക്കാറുണ്ട്, അപ്പൊ ഞാൻ ശരി അത് നോക്കാം. ഞാനങ്ങനെ ഒരു കുളിക്കാൻ പോയ കാരണം കൊണ്ട് കുട്ടിയുടെ ഡ്രസ്സ് കണ്ടിട്ടില്ല, നല്ല ചുണ്ടരി ഡ്രസ്സ് ആയിട്ടുണ്ട്. കണ്ണോർന്നിക്ക ഉറങ്ങി നീറ്റാ ചുണ്ടരി കുട്ടി, ഉറങ്ങി നീറ്റാ ചുണ്ടരി കുട്ടി, ഉറങ്ങി നീറ്റിക്ക. സുന്ദരക്കുട്ടനുണ്ട് ആ സുന്ദരക്കുട്ടനുണ്ട്, സുന്ദരക്കുട്ടനുണ്ട്. സുന്ദരക്കുട്ടനും സുന്ദരിക്കുട്ടി കൂടി ഉറങ്ങിക്കൊണ്ടിരിക്കുക. അല്ല നീറ്റിപ്പോ കണ്ണ് നീട്ടിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിക്കാറുണ്ടോ അത് ഒച്ചുണ്ടാക്കിയതാണ്, പേടിപ്പിച്ചാണേ. ഞാൻ പ്രസവിച്ച് എടുക്കുന്നതല്ലേ, പിന്നെ പിന്നെ ഇങ്ങോട്ട് നോക്ക് ബാക്കിയുള്ളൂ. ജ്യൂസിന്റെ ബാക്കി അവിടെ ഇല്ല, മാങ്ങാനുള്ള ഓ ഓ ഭൂപ്പ് ഇരിക്കണം നോക്കാനാ. കുട്ടികളൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാട്ടില്ല ഇവിടെ പോണത്. ആയിക്കോട്ടല്ലയാ, 2 ദിവസം അതെ ഞങ്ങൾ പൊന്നുപോലെ നോക്കൂലയാ, ഇവിടെ നോക്കണം തീർച്ചയായിട്ടും. പോട്ടെ, ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. കേട്ടോ. കുട്ടി പോയിക്കോളിട്ട് പൊന്നെ, കേട്ടിക്കാളി താത്ത പോയിക്കോളിട്ടാ. വാതിലൊക്കെ നടച്ചൂടെ, ഞാൻ പോയി.